ആഴ്ചകൾക്ക് മുന്നേ സാമൂഹ്യ നിരീക്ഷകനായ രാഹുൽ ഈശ്വറും എക്സ് മുസ്ലിമായ ലിയാഖത്ത് അലിയും തമ്മിൽ ഒരു സംവാദമുണ്ടായി. അതിൻ്റെ പ്രതിപാദ്യ വിഷയം ഇസ്ലാമിൽ അടിമത്തമുണ്ടോ, ഉണ്ട്, അതെങ്കിൽ അത് എന്തുകൊണ്ട് നിർത്തലാക്കിയില്ല എന്ന രണ്ട് ചോദ്യമായിരുന്നു ലിയാഖത്ത് അലി ചോദിച്ചത്. അതിന് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ മറുപടി നൽകി. ഏതായാലും ഇത് വിഷയം ഇസ്ലാമിനെ സംബന്ധിച്ചാണ്, രണ്ട് പേരും മുസ്ലിങ്ങളുമല്ല. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം പറയുകയാണ്. വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു തൃപ്തിപ്പെട്ട് പൂർണ്ണമാക്കി തന്ന ഒരു ഇസ്ലാം ദീനുണ്ട്. ആ ഇസ്ലാം ദീനിൽ അടിമത്തം എന്നല്ല, ഒരു മനുഷ്യനെ എന്ന് പറയാൻ പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അടിമത്തം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. അടിമത്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരത എന്നാണ്. അതിനേക്കാൾ വലിയ ഒരു ക്രൂരത ചെയ്യാനില്ല. അതിനേക്കാൾ വലിയ ക്രൂരത അത് കൊല്ലലാണ്. എന്നാൽ പോലും അടിമത്തത്തോളം വരില്ല ഒരു പക്ഷേ അത് പ്രവർത്തനത്തിലൂടെ നോക്കുകയാണ് എങ്കിൽ. ഇസ്ലാമിലാണെങ്കിൽ ഒരാളെയും ഒരു വിധത്തിലും ദ്രോഹിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടിമത്തം എന്നല്ല, ഏതൊരു ദ്രോഹവും ഇസ്ലാമിൽ അനുവദനീയമല്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നതാണ്, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് മോദിയെയും ട്രംപിനെയും ഒക്കെ ചീത്ത വിളിക്കും, തെറി വിളിക്കും. വാസ്തവത്തിൽ അവർ ഇത് കേൾക്കുന്നില്ല, ഇത് മനസ്സിലാവുന്നില്ല, അവർക്കിതൊരു വിഷയവുമല്ല. പക്ഷെ അള്ളാഹു കേൾക്കുന്നു. അതിൻ്റെ പേരിൽ മുസ്ലിം മതവിശ്വാസപ്രകാരം അത് പറഞ്ഞവനെ അള്ളാഹു ശിക്ഷിക്കുമെന്നാണ് വിശ്വാസം. അത്രമാത്രം മനുഷ്യദ്രോഹത്തെ എതിർത്ത ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരു വിധത്തിലുള്ള അടിമത്തവും ഉണ്ടായിരിക്കുന്നതല്ല. ഇന്നിപ്പോൾ നമ്മൾ സാധാരണ ആളുകൾ ആഗ്രഹിക്കുന്ന അടിമത്തം പോലും നിലവിലുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കാണാം, ഈ ഫുട്ബോൾ, ക്രിക്കറ്റ് കളികളിലൊക്കെ ക്ലബ്ബ് വില കൊടുത്ത് വാങ്ങി കളിക്കാരെ കളിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അത് ശരിക്കും അടിമത്തത്തിൻ്റെ ഒരു ഭാഗമാണത്. പക്ഷെ അത് നമ്മളും ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തികളും ഇഷ്ടപ്പെടുന്നു, ആ ക്ലബ്ബും ഇഷ്ടപ്പെടുന്നു. പൊതുവെ പൊതുസമൂഹം അംഗീകരിച്ച ഒരു അടിമത്വമാണ് അത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ അടിമത്തം എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്നുള്ള ചോദ്യം, മനുഷ്യനുമായി അവൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളുമായി, അവൻ്റെ ശരീരം, അവൻ്റെ കണ്ണ്, മൂക്ക്, പ്രവർത്തനം, അവൻ്റെ ഇരുത്തം, നടത്തം, അവൻ്റെ ഉപജീവനമാർഗം, അവൻ്റെ ജോലി, അവൻ്റെ മാനം, അഭിമാനം, അപമാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ അടിമത്വം എന്നത്. അതുകൊണ്ട് തന്നെ അടിമത്വം നിരോധിക്കാൻ സാധിക്കില്ല. അതിൻ്റെ പ്രവർത്തനപരമായി മാത്രമേ നിരോധിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ നിരോധിക്കണമെങ്കിൽ മനുഷ്യകുലത്തെ മുഴുവൻ കൊന്നുകളയണം. അതുകൊണ്ടാണ് അത് നിരോധിക്കാതിരുന്നത് എന്ന് മനസ്സിലാക്കുക.